ഉലകനായകൻ കമൽഹാസന്റെ പൂർത്തിയാകാതെ പോയ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു മരുതനായകം. വർഷങ്ങൾക്ക് മുൻപ് മുടങ്ങിപ്പോയ സിനിമ എന്ന് വരുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴും. ചിത്രീകരണം ആരംഭിച്ച ശേഷം സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയൊരു ചിത്രമായിരുന്നു ഇത്. അന്ന് 100 കോടിയോളം ചെലവ് കണക്കാക്കിയിരുന്ന ചിത്രം ഇന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ വലിയ തുകയാണ് ആവശ്യമായി വരിക. ഇക്കാരണത്താൽ രാജ്യത്തെ പ്രമുഖ നിർമ്മാണ കമ്പനികൾക്ക് പുറമെ അന്താരാഷ്ട്ര നിർമ്മാണ കമ്പനികളെയും കമൽഹാസൻ സമീപിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 1997 കമൽഹാസൻ മരുതനായകം പ്രഖ്യാപിക്കുന്നത്. ചെന്നൈയിലെ MGR ഫിലിം സിറ്റിയിൽ നടന്ന ഔദ്യോഗിക ഷൂട്ടിംഗ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് എലിസബത്ത് രാജ്ഞിയായിരുന്നു. രാജ്ഞിയെ കൂടാതെ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി M കരുണാനിധി, നടികർ തിലകം, ശിവാജി ഗണേശൻ, രജനീകാന്ത്, വിജയകാന്ത്, സത്യരാജ്, പ്രഭു, അമരീഷ് പുരി എന്നിവരും ചടങ്ങിൽ ഭാഗമായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സിനിമ നിർത്തിവെക്കേണ്ടി വന്നു. രാജ് കമൽ ഇന്റർനാഷണൽ സഹനിർമ്മാതാക്കളെ തേടിയതോടെ പങ്കാളിയാകാൻ ഒരു ബ്രിട്ടീഷ് കമ്പനി മുന്നോട്ട് വന്നെങ്കിലും പിന്നീട് പിന്മാറി. ഇതുകൂടാതെ ചിത്രത്തിനെതിരെ ചില ഹിന്ദു സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയതും കാരണമായി. മരുതനായകത്തിന്റെ ജീവിതം സിനിമയാക്കാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് പല പരിപാടികളിലും കമൽഹാസൻ പറഞ്ഞിട്ടുണ്ട്. തമിഴിലാണ് സിനിമ ആദ്യം ഒരുക്കാൻ തീരുമാനിച്ചതെങ്കിലും പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലേക്കും ഫ്രഞ്ചിലേക്കും മൊഴി മാറ്റി റിലീസ് ചെയ്യാൻ വരെ പദ്ധതിയുണ്ടായിരുന്നു. മാത്രമല്ല, അഭിനേതാക്കളായും സാങ്കേതിക പ്രവർത്തകരായും നിരവധി വിദേശികളെയും നിശ്ചയിച്ചിരുന്നു. കൂടാതെ ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകരായതും ഇന്ത്യയിലെ പ്രമുഖരായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകിയ മരുതനായകത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയായിരിക്കും ചിത്രം ഒരുക്കുക. 1690 മുതൽ 1801 വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ പ്രദേശങ്ങൾ ഭരിച്ച രാജവംശമായ ആർക്കോട്ട് എന്ന രാജവംശത്തിലെ സേനാനായകനായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രാദേശിക സേനാനായകനായും 1758 മധുര തിരുനെൽവേലി ഗവർണർ പദവി വഹിച്ചിരുന്ന മരുതനായകം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് യൂസഫ് ഖാൻ എന്നയാളുടെ ജീവിതമായിരുന്നു കഥ. 2020 കമൽഹാസൻ തന്റെ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചിത്രത്തിലെ കഥാപാത്രത്തിന് ഏകദേശം 40 വയസ്സാണെന്നും ഇപ്പോൾ ആ കഥാപാത്രം അഭിനയിക്കാൻ പ്രായക്കൂടുതൽ കാരണം തനിക്ക് സാധിക്കില്ല എന്നുമായിരുന്നു. അതിനാൽ ഒന്നുകിൽ കഥ മാറ്റി എഴുതുകയോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മറ്റേതെങ്കിലും ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കുകയോ ആണ് വഴിയെന്നുമാണ്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നടൻ വിക്രം എത്തുമെന്നും ചില റിപ്പോർട്ടുകൾ ഇടയ്ക്കെത്തിയിരുന്നു. എന്നാൽ ഈ അടുത്ത തന്റെ സ്വപ്ന പദ്ധതിയായ മരുതനായകം വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കമൽഹാസൻ വ്യക്തമാക്കി. സാങ്കേതിക വിദ്യ പുരോഗമിച്ച കാലത്ത് സിനിമ സാധ്യമാകുമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗോവ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിൽ പങ്കെടുക്കാൻ ഗോവയിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരുതനായകം വീണ്ടും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരുതനായകം സാധ്യമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കമൽഹാസന്റെ വാക്കുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ മരുതനായകത്തെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. എന്നെങ്കിലും സിനിമ പുനരാവിഷ്കരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കമൽഹാസന്റെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുകയാണ് സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും.